ഓം ശാന്തി. പലപ്പോഴും ജീവിതത്തിൽ സന്തോഷത്തിന് ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മനുഷ്യന്മാർക്ക് ഒരുപാട് പ്രയാസം. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തിരിച്ചറിയാൻ പറ്റാതാകുന്നത് ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് നേടിയെടുത്തേ പറ്റൂ എന്ന് തോന്നുമ്പോൾ, പലപ്പോഴും നമുക്ക് ത്യാഗത്തിലൂടെയാണെങ്കിലും അതല്ല സന്തോഷത്തിലൂടെയാണെങ്കിലും എത്രമാത്രം ഞാൻ ഈസി ആവണം, എത്രമാത്രം ഞാൻ ബിസി ആവണം, എത്രമാത്രം എനിക്ക് ഫ്രീ ആയി ചെലവഴിക്കണം, എത്രത്തോളം ഞാൻ എന്നെ ടൈറ്റ് ആക്കണം, ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ ഒരു സമയത്തും നമുക്ക് താളം പഴക്കില്ല. ആ സന്തുലനം അതാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരം. ഒരിക്കൽ ബുദ്ധൻ്റെ സന്യാസിയായിക്കൊണ്ട് ശിഷ്യനായിക്കൊണ്ട് ശ്രോണൻ എന്ന ഒരു രാജാവ് തൻ്റെ ജീവിതം ആരംഭിച്ചു. ബുദ്ധനുമായിട്ട് കാണുന്നതിനേക്കാൾ മുന്നുള്ള സമയം ആധ്യാത്മികത എന്തെന്നോ ഭഗവാൻ എന്തെന്നോ യാതൊരു വിചാരവുമില്ലാതെ തൻ്റെ ജീവിതത്തിൻ്റെ സുഖലോലുപതകളിൽ മാത്രം ചെലവഴിച്ചിരുന്ന രാജാവായിരുന്നു ശ്രോണൻ. പക്ഷേ ബുദ്ധൻ്റെ ശിഷ്യനായി കൂടിയപ്പോൾ അദ്ദേഹത്തിൽ പ്രഭാവിതനായ ശേഷം അദ്ദേഹം തൻ്റെ ജീവിതം വളരെ കഠിനമായിരിക്കുന്ന ത്യാഗത്തിലേക്ക് കൊണ്ടുവന്നു. ബുദ്ധൻ 2 നേരം ആഹാരം കഴിക്കുമെങ്കിൽ ഈ ശിഷ്യൻ 1 നേരം ആഹാരമാക്കി. ബുദ്ധൻ 1 നേരം ആഹാരം കഴിക്കുമെങ്കിൽ ഈ ശിഷ്യൻ ആഹാരം കഴിക്കാതിരിക്കും. ബുദ്ധൻ നിലത്ത് വിരിപ്പ് വിരിച്ച് കിടക്കുമെങ്കിൽ അയാൾ വെറും മണ്ണിലും കല്ലിലും കിടക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് കർമ്മങ്ങളാണോ ബുദ്ധൻ അനുഷ്ഠിച്ചിരുന്നത് അതിനേക്കാൾ കുറച്ചും കൂടെ കഠിനമായ രീതിയിൽ അയാൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. അധികം സമയം കഴിയാതെ അയാളുടെ ശരീരം രോഗാവസ്ഥയിലായി. ഇങ്ങനെ പോയാൽ അയാൾ മരിച്ചു പോകുമെന്ന് ശിഷ്യന്മാർക്ക് തോന്നുകയാണ്. അങ്ങനെ അവർ വന്ന് ബുദ്ധൻ്റെ അടുത്ത് പറയുകയാണ്, ദാ ഗുരു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ ശ്രോണൻ തൻ്റെ ജീവിതത്തെ നശിപ്പിക്കും എന്നാണ് തോന്നുന്നത് എന്ന്. ഇത് കേട്ടപ്പോൾ ബുദ്ധൻ ഈ ശിഷ്യൻ്റെ അടുത്ത് പോയി. സുഖമില്ലാതെ കിടക്കുകയാണ്. ഗുരുവിനെ കണ്ടപ്പോൾ കഷ്ടപ്പെട്ട് അവൻ എഴുന്നേറ്റിരുന്നു. അപ്പോൾ ഗുരു പറയും, അല്ല ശ്രോണൻ, നീ നന്നായിട്ട് വീണ വായിക്കുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും, തീർച്ചയായിട്ടും ഞാൻ വീണ നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന സമയത്ത്. അപ്പോൾ പറയും, ഏറ്റവും കൂടുതൽ കുറേയും കൂടെ മാക്സിമം ടൈറ്റാക്കി വെച്ചാൽ വീണക്കമ്പിയിൽ നിന്ന് നല്ല നാദങ്ങൾ വരുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, അത് ടൈറ്റാക്കുന്നൊരു പാകമുണ്ട് ഗുരു, അതിനേക്കാൾ കൂടിക്കഴിഞ്ഞാലും നല്ല നാദം ഉണ്ടാവില്ല, അതിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നാദം ഉണ്ടാക്കാനും സാധ്യമല്ല. അതിനൊരു ബാലൻസ് ഉണ്ട് ആ ടൈറ്റ്നെസ്സിന്. ആ ടൈറ്റ് എത്രയാണോ ആവേണ്ടത് അത്ര സെറ്റ് ചെയ്യുമ്പോഴാണ് വേണ്ട നാദം അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ. അങ്ങനെ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ നന്നായി തന്നെ വീണ വായിക്കുന്ന ഒരാളായിരുന്നു എന്ന്. അപ്പോൾ ബുദ്ധൻ പറയും, നമ്മുടെ ജീവിതവും ഒരു വീണയാണ്. ഈ വീണയിൽ എന്ത് കാര്യത്തിൽ എത്ര ടൈറ്റാക്കണോ അത്രയും ടൈറ്റാക്കാവും, ഏത് കാര്യം എവിടെ നമ്മൾ ലൂസാക്കണോ അത്രയും ലൂസാക്കാവും. രാജാവായിരുന്നപ്പോൾ ലൂസായതിൻ്റെ മാക്സിമം ആയിരുന്നു നീ, സുഖലോലുപതകളിൽ മാത്രം മുഴുകി ജീവിച്ചു. ഇന്നൊരു സന്യാസിയായപ്പോൾ ടൈറ്റാക്കുന്നതിൻ്റെ മാക്സിമം നീ ചെയ്യുകയാണ്. ഇങ്ങനെ ഈ വീണ മീട്ടിക്കഴിഞ്ഞാൽ അധികം വൈകാതെ ജീവിതം നിന്ന് പോവും. അതുകൊണ്ട് ഒരിക്കലും ആ അറ്റത്തേക്കും പോവരുത്, ഈ അറ്റത്തേക്കും പോവരുത്. ബാലൻസിങ്, അതാണ് ജീവിതത്തിൻ്റെ ശക്തി എന്ന് പലപ്പോഴും പരമാത്മ മഹാവാക്യത്തിൽ കേൾക്കാറുണ്ട്. ഭഗവാൻ പറയും, ഒരുപാട് വലിയ രീതിയിൽ ശ്രേഷ്ഠമായിട്ടുള്ള ആർഭാടത്തിലേക്കും പോവരുത്, ഏറ്റവും നീചമായിട്ട് രീതിയിലേക്ക് അല്ലെങ്കിൽ താണ അവസ്ഥയിലേക്കും പോവരുത്. സാധാരണമായിക്കൊണ്ടൊരു സാധാ ജീവൻ ഉച്ച വിചാർ എന്നാണ് എന്നും ബാബ നമ്മളെ പഠിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യത്തെ സെലക്ട് ചെയ്യുമ്പോഴും ഒരുപാട് പൈസ ചിലവഴിക്കേണ്ട കാര്യമില്ല എന്ന് കരുതി ഏറ്റവും ലോവസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും പോകരുത്. സന്തോഷിക്കാൻ വേണ്ടി നമുക്ക് സമയം കണ്ടെത്തണം, എന്നാൽ സന്തോഷിക്കാൻ വേണ്ടി മാത്രം, എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം സമയം ചിലവഴിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും ജീവിതത്തിലൊന്നും നേടാൻ പറ്റില്ല. അതേസമയം എല്ലാം നേടിയെടുക്കട്ടെ എന്നിട്ട് ഞാൻ സന്തോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാവും പകലും ഒന്നും ഓർക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവസാനം സന്തോഷിക്കാൻ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം സന്തോഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. മനസ്സിൻ്റെ ഉള്ളിൽ സ്വഭാവ സംസ്കാരങ്ങൾ, ആ ടൈറ്റ്നെസ്സും ആ ഒരു സ്ട്രിക്ട്നെസ്സും പലപ്പോഴും സന്തോഷിക്കാൻ അറിയാത്ത വ്യക്തികളാക്കി മാറ്റാറുമുണ്ട്. അതുകൊണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും അലസമായി കളയേണ്ടതുമല്ല. അതേസമയം തന്നെ സമ്പൂർണ്ണമായിട്ട് രാവും പകലും ഒന്നിനും ഓർക്കാൻ നേരമില്ല, കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സമയമില്ല, പഠിക്കാൻ പറഞ്ഞാൽ സമയമില്ല, ഫാമിലിക്കൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ സമയമില്ല. ഈ രീതിയിൽ പോവാതെ എല്ലാത്തിനും ടൈം കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തിന് ദിനചര്യയെ ചിട്ടയാക്കിക്കൊണ്ട് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഈ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ ആ കലിയുഗമാണ്. തീർച്ചയായിട്ടും വേനൽക്കാലത്ത് ചൂടുണ്ടാവും പോലെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല എന്ന് കരുതിയിട്ട് ആ പ്രശ്നങ്ങൾ നമ്മളെ വിഴുങ്ങാതെ ബാലൻസ് ചെയ്ത് സമന്വയത്തോടെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലാനിങ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവനവൻ്റെ ജീവിതം. ഓരോരുത്തരും തിരഞ്ഞെടുത്തതായിരിക്കുന്ന കർമ്മപഥങ്ങൾ വേറെയാണ്. ഒരു ഡോക്ടറുടെ റൂട്ടീൻ ആയിരിക്കില്ല ഒരു ടീച്ചർക്ക്, ഒരു ടീച്ചർ റൂട്ടീൻ അല്ല ഒരു സ്പോർട്സ്മാന്. നമ്മൾ എന്താണോ നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുത്തതായിരിക്കുന്ന കർമ്മപഥം
ആ കർമ്മപഥത്തിനനുസരിച്ച് നമുക്ക് വേണ്ടി സ്വയം നമുക്കൊപ്പം ഇരിക്കാനുള്ളതായിരിക്കുന്ന സമയം, ഈശ്വരനൊപ്പം ഇരിക്കാനുള്ളതായിട്ടുള്ള സമയം, നമ്മുടെ ഫാമിലിക്കൊപ്പം ഇരിക്കാനുള്ളതായിട്ടുള്ള സമയം, പഠിക്കാനുള്ള സമയം, പ്രവർത്തിക്കാനുള്ള സമയം, ഇങ്ങനെ നമ്മുടെ സമയത്തെ ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ അറ്റത്തും ഈ അറ്റത്തും പോയിട്ട് കഷ്ടപ്പെടാതെ സന്തോഷത്തോടു കൂടി ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ തൻ്റെ ജീവിതത്തെ റൂട്ടീൻ പ്ലാൻ ചെയ്തുകൊണ്ട് ടൈം ടേബിൾ അനുസരിച്ച് ഷെഡ്യൂൾ ആയിക്കൊണ്ട് ഹാപ്പിയസ്റ്റ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.